അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എപ്പോഴെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെപ്പറ്റി ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതെ, നമ്മുടെ ശരീരം, നാം ശ്വസിക്കുന്ന വായു എന്നിവയെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. നാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നമുക്കതിന് സാധിക്കുകയില്ല. അള്ളാഹു പറയുന്നു, നിങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്കതിന് കഴിയുകയില്ല. അതെ, കാരണം അത്രയത്ര അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. നാം നമ്മുടെ അടിയിലുള്ളവരിലേക്ക് ആലോചിച്ച് നോക്കുക. ഉദാഹരണത്തിന് ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം. ഫലസ്തീനിൽ എത്രയെത്ര കുട്ടികളാണ് ഭക്ഷണമില്ലാണ്ട് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്. നാം അതാലോചിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നാം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. അവൻ്റെ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരോട് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളിൽ നന്ദി ചെയ്യാത്തവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം വർദ്ധിപ്പിക്കുകയും ദുആ വർദ്ധിപ്പിക്കുകയും ഖുർആൻ പാരായണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായി ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുന്നു. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.